ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞൊരു 8-9 ദിവസമായിട്ട് ഞാനിവിടെ എറണാകുളത്തുണ്ട്. അന്നേരം മുതൽ എനിക്ക് ഫോർട്ട് കൊച്ചിക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം. ലാസ്റ്റ് ടൈം ഫാമിലി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കാര്യമായിട്ട് ഇവിടെ എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഉച്ച സമയം കൂടെ ആയതുകൊണ്ട്. കഴിഞ്ഞ 9 ദിവസവും ഞാൻ ഇവിടുത്തെ ഡെയിലി ഇങ്ങനെ പോകണമെന്ന് പ്ലാൻ ചെയ്യും, പക്ഷെ പല കാരണങ്ങളും കൊണ്ട് പോകാൻ പറ്റിയില്ല. അതാണ് സത്യം. പക്ഷെ ഇന്നും കറക്റ്റ് 3 മണിക്ക് അവിടെ എത്തണമെന്ന് വിചാരിച്ചിട്ട് റെഡിയായെങ്കിലും വേറെ പല സാമ്പത്തിക തകരാറുകൾ കാരണം പോകാൻ പറ്റിയില്ല. ബട്ട് ഇപ്പോൾ ഓൺ ദ ഗോ ആണ്. ഞാൻ ഈ സൺസെറ്റിന്റെ മുന്നേ ഒക്കെ പോയി കഴിഞ്ഞാൽ കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു അണിഞ്ഞൊരുങ്ങിട്ടുണ്ടായിരുന്നു. അപ്പം നടക്കും തോന്നുന്നില്ല. വേറൊരു കാര്യത്തില് അല്ല, പനി പിടിച്ച് ചാകാറായിരിക്കുന്ന എന്നെയും ചുമന്നോണ്ട് ഇവള് പോകുന്നുണ്ടെങ്കിൽ ഇവളുടെ ആവശ്യവും ഇവളുടെ ആഗ്രഹവും എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പനിയാണ് ഗൈസ്, ഇവിടെ പറയുന്നത് ഗൈസ്, എനിക്ക് പനിയാണ്. സൗണ്ട് കേട്ട് മനസ്സിലാകുന്നില്ല എനിക്ക്. എനിക്കറിയാലോ, ഇവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ മുതൽ പനിയാണ്. നമ്മൾ ഇന്നലെ ഒരു കല്യാണം കൂടാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവന് പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മാത്രം പനി ഇവനില്ല. അതിനൊന്നും പനിയൊന്നുമില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. ഒരു 2 രൂപയുടെ ഡോളോന്റെ മെഡിസിൻ വാങ്ങിച്ചു കൊടുത്തു. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ല, ഇപ്പൊ ചത്തിട്ടില്ല, മരിച്ചിട്ടില്ല. അത്യാവശ്യം ആരോഗ്യമുണ്ട്. ഇപ്പൊ അതെ, നമുക്ക് ആരോഗ്യത്തിനൊന്നും കുറവില്ല. ആരോഗ്യം എന്ന് പറയുമ്പോ അവന്റെ ഈ മസിൽസ് ആന്നാ. അങ്ങനെ നമ്മളിന്ന് ഫോർട്ട് കൊച്ചി പോകും ഗൈസ്. അപ്പം ഫോർട്ട് കൊച്ചി അങ്ങനെ ഭയങ്കര വലിയ എന്താ പറയാ കാണാൻ മാണിക്കും അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും അല്ല. ഒരുപാട് തവണ ഞാൻ പോയിട്ടുള്ളതാ. ബട്ട് എന്തോ എനിക്ക് ഇപ്രാവശ്യം ഫോർട്ട് കൊച്ചി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അവിടുന്ന് കുറച്ച് നമ്മുടെ ഇറ്റാലിയൻ ഫുഡൊക്കെ എനിക്കൊന്ന് കഴിക്കണമെന്നൊരു ആഗ്രഹം. എനിക്ക് കുറെ ഇറ്റാലിയൻ ഫുഡൊക്കെ മേടിച്ചിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവള് കഴിക്കും ഇറ്റാലിയനൊക്കെ. ഞാൻ കഞ്ഞി, കപ്പ, ഇത് കൂടി ട്രഡീഷണൽ ഇന്ത്യൻ ഫുഡ്സ് മാത്രം എക്സ്പ്ലോർ ചെയ്തിട്ട്. മുതലേനെ തിന്നിട്ടില്ലേ നീ? മുതലേനെ തിന്നിട്ടുണ്ട്. ഇവിടെ തിരിച്ചു കടിക്കാത്ത എന്തിനേം തിന്നും. അല്ല, ചേര കഴിക്കുന്ന നാട്ടിൽ ചെന്ന അങ്ങനെയല്ല മോളെ, നടുകണ്ടം കഴിക്കണം. നടുകണ്ടം കഴിക്കണം. അത് തന്നെ ഞാൻ അത്ര ഉദ്ദേശിച്ചില്ല. പിന്നെ നമ്മളൊരു സ്ഥലത്ത് യാത്രയൊക്കെ പോകുന്ന അല്ല ചോദിക്കട്ടെ, അറിയാനുള്ള ആഗ്രഹമുണ്ട് എനിക്ക്. മുതല എങ്ങനെ ഉണ്ടായിരുന്നു കഴിച്ചിട്ട്? എന്താ ടേസ്റ്റ്? മുതലയുടെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മള് ബീഫ് ഒക്കെ കഴിക്കത്തില്ല, അത് കുറച്ച് തായ്ലൻഡ് വളരെ മോശമാ അതോ? ഇല്ല, കുഴപ്പമില്ല, കൊള്ളായിരുന്നു. പക്ഷെ മുതലേന്റെ ആ ഒരു സാധനം കഴിക്കുന്ന ഇങ്ങനെ ഓർത്തോർത്ത് കഴിക്കുമ്പോ പറ്റത്തില്ല. ഓ അതെ, ശ്രദ്ധിക്കാൻ വരും. എന്താ പറഞ്ഞോണ്ടിരുന്നത്? മുതലേടെ അത് കാണുമ്പോഴത്തേക്കും കഴിക്കണ്ടെന്ന് തോന്നും, പക്ഷെ ടേസ്റ്റ് ഈസ് ഗുഡ്. അല്ല, ടേസ്റ്റ് നല്ലതാണെന്ന് പറഞ്ഞാൽ എന്തായാലും മുതലല്ലേ ഈ നമ്മൾ ഈ സൂലൊക്കെ പോകുമ്പോഴത്തേക്കും കാണുമ്പോൾ ഇങ്ങനെ പേടിയൊക്കെ വരും. പക്ഷെ അവിടെ പോകുന്ന സമയത്ത് എങ്ങനെയാണെന്നറിയോ, ഇതിന്റെ ഉടുപ്പൊക്കെ അവർ അഴിച്ച് മാംസം മാത്രം. സാരി ആയിരിക്കും അല്ലേ? അതല്ല സീരിയസ് ആയിട്ട് ചോദിക്കുക. ഉടുപ്പ് എന്ന് പറയുന്നത് എന്താ ഇടുന്നത്? പാവാടയും ബ്ലൗസും ആയിരിക്കും അല്ലേ? ഓ, നീ ഒന്ന് ആലോചിച്ച് മുതല പാവാടയും ബ്ലൗസ് ഒക്കെ ഇട്ടിരിക്കുന്നത്. അങ്ങനെയുണ്ട്. അതല്ല, അതിന്റെ മെഗലിലത്തെ ഒരു മുള്ളുപോലത്തെ ഒരു സെറ്റപ്പ് ഇല്ലേ, അതെല്ലാം ഉരിച്ചു കളഞ്ഞിട്ട് മാംസം മാത്രം അടിക്കണ്ടായിരുന്നു. അതിങ്ങനെ ഒരു സ്റ്റിക്കിൽ കുത്തിയിട്ട് ഇങ്ങനെ അതിനെ നമ്മളെ ശവായി കറക്കുന്നതാണെങ്കിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. ഛർദ്ദിക്കാൻ പറ്റും. നിന്നെ കണ്ട് വല്ല കഞ്ഞിയും കപ്പയും കഴിക്കാല്ലേ അതേ ഉള്ളൂ. സോറി, എന്നോട് ക്ഷമിക്കണം. കാണാത്ത ഒരു സോറി. എനിക്ക് ഇന്ത്യയിൽ മാത്രം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഇവിടെ വലിയ നാഗലരി പട്ടിറച്ചി കിട്ടുന്ന കേട്ടിട്ടുണ്ട്. വരുന്നുണ്ട് കൂടെ. നീ തകർക്കുക, എനിക്ക് അതേ പറയാനുള്ളൂ. ഓക്കെ, നമ്മളെ മെയിൻ ഇന്നത്തെ ഉദ്ദേശം ഫോർട്ട് കൊച്ചിയാണ്. നമുക്ക് തായ്ലൻഡ് വിശേഷം മുതലയുടെ കഥയൊക്കെ പിന്നെ പറയാം. ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണേണ്ട ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു മിനി യൂറോപ്പ് ഫീൽ തരുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാണ് പോകാൻ പോകുന്നത്. ഈ ഇടയായിട്ട് ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം വീഡിയോസ് എല്ലാം കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. ഇനി അത് കണ്ടിട്ടേ ഉള്ളൂ ഞാൻ തിരിച്ച് എവിടേക്കും മടങ്ങുന്നത്. പിന്നെ എനിക്ക് ആകെയുള്ള സങ്കടം എന്ന് പറയുന്നത് കുറച്ചുകൂടെ നേരത്തെ എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ഒരു സാധനം കളഞ്ഞു പോയിട്ട് അത് തിരക്കി ഇങ്ങനെല്ലോ കിട്ടി. അതിന്റെ പേരാണ് മാനസികം എന്ന് ഞങ്ങൾ നാട്ടിൽ പറയും. ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് വെറുതെ വിട്ടിരുന്നു. അതെ, ഒക്കെ അവൻ പറഞ്ഞ കണക്കാ. ഇനി നമുക്ക് മാറ്ററിലോട്ട് വരാൻ കഴിയും. ഞാൻ അതിന് വേറെ ഒറ്റ ഇതും കൂടി പറയാം. അപ്പോൾ മുഖത്ത് എന്താ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. പുതിയ ബാഗ്, തുളയൊന്നുമില്ല. ഞാൻ ഇതിനെക്കുറിച്ച് പിന്നെ വിശദീകരിച്ച് പറഞ്ഞുതരാം ഗൈസ്. നമുക്ക് ഈ വ്ളോഗ് അത് പറഞ്ഞിട്ട് ഞാൻ ഡെസ്പാക്കുന്നില്ല. ഇങ്ങോട്ട് മാറൂ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു
സ്ഥലം. ഒരു മിനി യൂറോപ്പ് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതിതാ. ഈ ജോർജിയയിൽ പോയപ്പോൾ ഇങ്ങനെ കുറേ സ്ട്രീറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നേ. ഓക്കെ, ഇവിടേക്ക് ഷോപ്പ് കാണുമ്പോൾ എനിക്ക് എല്ലാം കയറി വാങ്ങിക്കാൻ തോന്നുന്നുണ്ട്. നീ പാണ്ട, ഇത് എൻ്റെ പാണ്ട. അയ്യോ, ചിരിച്ചിരിച്ചിങ്ങനെ പോകുന്നുണ്ട്, എല്ലാരും ചിരിച്ചു കാണിക്കാറുണ്ട്. നീ അവരെ കാണുമ്പോൾ ഇങ്ങനെ വെക്കാലുണ്ടോ? ഇങ്ങനെ അതാണ് അവിടെ നിന്ന് നോക്കി ചിരിച്ചിട്ട് പോകുന്നേ. സ്വാഭാവികമായിട്ടും അഴകൻ വസന്തവും അതിലുപരി സുന്ദര സുമുഖനും സുശീലനും സർവോപരി സമ്പുഷ്ടനും അതിലുപരി ജനങ്ങൾ അറിയുന്ന ഒരു വ്യക്തിത്വം. ജനങ്ങൾ എന്നെ നോക്കുന്നതിൽ നീ കുറ്റം പറഞ്ഞിട്ട് കാര്യം. നമ്മളെ വ്ളോഗിന്റെ ഉദ്ദേശം ഈ ഒരു ഏരിയക്ക് ഒന്ന് കാണിക്കലായിരുന്നു. എനിക്ക് എന്നെ പോയിട്ടതാ ഇഷ്ടം. എന്റെ എല്ലാ വ്ളോഗിലും ഒരു 2 മിനിറ്റ് ഇവനെ കുറിച്ച് പറയുന്ന കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കണ്ട് അമ്പരം നിൽക്കുവാണ്. കാരണം എന്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വരുമില്ലേ. അതെ അതെ, നമ്മളിത് ഫുള്ള് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇരുട്ടാണെങ്കിലും ഫോട്ടോ എടുക്കുന്നതായിരിക്കും. ഓക്കേ, ഇതിന്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും അടിച്ച് പിരിഞ്ഞു ഗൈസ്. പത്രത്തിലൊക്കെ വന്നു. ഇത് കണ്ടോ, മുഖം ക്ലിയർ അല്ല, അവന് പത്രത്തിലൊക്കെ കൊടുത്തു. ചുമ്മാ കേട്ടോ, ഇവിടെ ന്യൂസ് പേപ്പർ ടൈപ്പായിട്ടുള്ള ഇതില്ലേ, നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞങ്ങൾ അടിച്ചു പിരിഞ്ഞെന്ന് പറഞ്ഞത് അത് സത്യമാണ്. കാരണം ഞാൻ ഇവനിക്ക് ഫോട്ടോ എടുത്തു കൊടുത്തില്ല, വീഡിയോ എടുത്തു കൊടുത്തില്ല എന്നും പറഞ്ഞ്. ഫോട്ടോ ഒക്കെ ഇവൾ എടുത്തു തരും. ഇത്രയും ഗതികെട്ട ഒരു ഫോട്ടോഗ്രാഫറിനെ ഇതിനു മുമ്പ് ചോദിച്ചപ്പോൾ കണ്ടിട്ട് ഇതുവരെയ്ക്ക് എന്നെ കുറിച്ച് ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് ഒരാൾ പറയുന്ന ഞാൻ കേൾക്കുന്നേ. സങ്കടമുണ്ട് എനിക്ക് ആ വിഷയത്തില്. ഇച്ചിരി മാറി തന്നെങ്കിലേ എനിക്ക് ഈ സ്ട്രീറ്റിന്റെ ഒക്കെ ഒരു സൗന്ദര്യം എടുക്കായിരുന്നു. മൂച്ചാന്ന് കേട്ടപ്പോഴാ മാച്ച കുടിക്കണ മാച്ച വാങ്ങിച്ചാ. ഇന്ന് അതായത് ഇവളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം നഷ്ടപ്പെട്ടത് ഞാൻ തേടിക്കൊടുത്തതിന്റെ സന്തോഷത്തിൽ ഇന്ന് ഫുൾ ചിലവ് ഇവളുടെയാ. ഇവളെ എന്ന് ഞാനുണ്ടല്ലോ, ഇവളെ എന്ന് ഞാൻ ഇന്ന് തീർക്കും. ഞാൻ ഇവളെ അതിനെക്കുറിച്ച് എന്താ നിനക്ക് പറയാനുള്ളത്? അല്ലാതെ ചിരി മാത്രമേ ഉള്ളൂ, ഒന്നും പറയില്ല. രസമുണ്ടല്ലേ, ഒരു ടീ പോട്ടിന്റെ ഒരു ഇത് കഫേയാണ്. നമുക്ക് ഇങ്ങോട്ട് കേറിയാലോ? ആ, ആർട്ട് കഫേയാ. കേറിയാലോ? ഓക്കേ. പള്ളി, ജൂയിഷ് പള്ളി ഇതോട് കൂടി കഴിഞ്ഞു അല്ലേ? ഇതിനുള്ളിൽ ഒരുപാട് കഫേ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഹോളിഡേയോ? ഞാൻ എങ്ങനെയാടാ അങ്ങോട്ട് വരുന്നേ? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ എന്തൊരു സെറ്റപ്പ് ഉണ്ട് ആക്ച്വലി. ഇന്നില്ല, ഇത് പള്ളിയായിരുന്നു അല്ലേ? പള്ളിയായിരുന്നു. നോക്ക്, നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റുമായിരുന്നു. ബട്ട് ടുഡേ ഈസ് ഹോളിഡേ, അതുകൊണ്ട് നമ്മൾ ഗേറ്റിന്റെ പുറത്ത് നിൽക്കുന്നു. അല്ല, ഡ്രോൺ പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. നോക്കട്ടെ, ഇത് ഡ്രോൺ അല്ല, ഇത് DJ ആണ്. പോർട്ടബിൾ ക്യാമറ. നോ എൻട്രി. ഇന്ന് നോ എൻട്രിയാ. ഓക്കേ. ഇതൊരു ജൂയിഷ് എംബ്ലോ. അത് കണ്ടോ നീ? ഇത് കാണിച്ചോട്. അത് ഞാൻ ഓൾറെഡി കാണിച്ചതാണ്. ഇവിടേക്ക് ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഓ, അപ്പോഴേക്കും പോയിരുന്നു അല്ലേ? ഇവിടെ വുഡിൽ ചെയ്തിട്ടുള്ളൊരു സീറ്റിംഗ് ഉണ്ട്. ഞാൻ ഇവിടെ ഇരിക്കാം, എനിക്കൊരു ഫോട്ടോ എടുത്തരോ?
ഞാൻ ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുക പക്ഷെ ഞാൻ എന്തുവാടേ എന്നാ അവിടെ കിടന്നോ? പനിയല്ലേ? ഇറ്റാലിയൻ ഫുഡല്ലേ? ഞാൻ വായിച്ചുതരാം. ഓടി വന്നാൽ മതി. എടുത്താ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഓടി വരാം. ജൂയിഷ് മ്യൂസിയം. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ പല സ്ഥലങ്ങളിൽ ചെല്ലാൻ പോവുകയാണ്. അതിനകത്ത് വേണ്ട, കയറണോ? നോക്കാം. ഇതേതാ? കഥകളി എന്നാണോ ഉള്ളത്? അത് വേണ്ട, എനിക്ക് കൊച്ചിനുള്ളത്. നീ ഉദ്ദേശിച്ച സാധനം കിട്ടിയോ? നീ എന്ത് കാണിക്കുന്നേ? എന്റെ വ്ളോഗ് എടുത്തോണ്ടിരിക്കുവാൻ. ഉദ്ദേശിച്ച സാധനം ഇതുപോലത്തെ ഒരെണ്ണം ഞാൻ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് പൊട്ടിപ്പോയി. അത് അങ്ങോട്ട് ആരോ ഇളക്കിയിട്ട് കയ്യിൽ നിന്ന് വീണതാ. അപ്പോഴോ ഇത് വേണ്ട. ഞാൻ ഇവിടെ ഒരു കടയിൽ ഒരു സുവീനിയർ വാങ്ങിക്കാൻ കയറിയതാ. അപ്പോഴത്തേക്ക് ഇവിടെ അന്തിവിശ്രമം കൊള്ളുവാ. പനിയാണ് കേസ്, വയ്യ. മുഖം കണ്ടാലേ അറിയാം വയ്യെന്ന്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ തല കറങ്ങിയിട്ടിരുന്നോ? പനിയുടെ ഒരു ചെറിയ പോകുന്നു. ഓക്കെ, ഞാൻ എന്നാ പതുക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ പയ്യെ വരട്ടെ. നല്ലതാടി, നീ ഇത്രയും നല്ല ഒരു കോപ്പാർട്ടറിനെ ഇതിനു മുമ്പോ ശേഷമോ ഞാൻ കണ്ടിട്ടില്ല. ചാകറായി കിടക്കുമ്പോ പൊക്കോട്ടെ. ഞാൻ കറങ്ങിയിട്ട് പയ്യെ വരാം. ഇവന്റെ കൂടെ എപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാലും ഇതില്ലാണ്ട് പറ്റത്തില്ല. പനി എന്ന് പറഞ്ഞ ഇപ്പൊ ഇവിടെ സമാധിയായ ആളാണ്. കാണുന്നുണ്ടോ? കണ്ടോ? എനിക്ക് ഈ സാധനം ഒട്ടും ഇഷ്ടമല്ലാത്ത, പക്ഷെ ഇതിന്റെ കൂടെ നടന്നിരുന്നപ്പോ ഞാൻ ചെറുതായിട്ട് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ സ്ഥലം വിട്ടിട്ട് അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ബീച്ച് സൈഡാണ്. ഹലോ, ഭയങ്കര പൊളി. നമുക്ക് ഭയങ്കരമായിട്ട് പല്ലിലില്ലേ കൊളുത്ത് പിടിക്കും. ഭയങ്കരമാണ് ഇഷ്ടമില്ലാത്ത. ഞാൻ എന്നിട്ട് എന്തിനാ തിന്നുന്നത് പോലെ എനിക്ക് അറിയാൻ പാടില്ല കാണാം. ഓടി നോക്കിയേ. ഇത് നീ പിടിച്ചു കഴിഞ്ഞാൽ നിനക്കുണ്ടല്ലോ ഇന്നത്തെ ഫുൾ ചെലവ് എന്റെ വക. പിടിക്കേ ഷെബിൻ, ഷെബിൻ, ഷെബിൻ. കട പേടിത്തൂറിയാന്നുള്ള മനസ്സിലായോ? പാവം. എനിക്ക് അവരെക്കാൾ പേടിയാ. നിങ്ങൾ എടുക്കോ? അങ്ങനെ കൈ വെക്കാവോ? വേണ്ട, കടിക്കും അത്. അങ്ങനെയൊന്നും വേണ്ട. ഇത് പിടിച്ചതിന് വലിയ കാര്യമാ. എടാ നീ വാങ്ങിക്കേ. നമ്മളിങ്ങനെ പിടിക്കുമ്പോ അകത്തോട്ട് പോകണ്ടല്ലോ, പോയില്ല. അതോട്ട് പോയല്ലേ? അതെ. എന്നാ നിങ്ങൾ ധൈര്യം സമ്മതിച്ചോട്ടാ. ഇവിടെ നിന്ന് കയറി വന്നതാ ഈ സാധനം. അവരങ്ങോട്ട് അതിനെ തിരിച്ചു കൊണ്ടുപോയി ഇടുന്നു. അവിടെ ഇറക്കി വിട്ടു. അതിന്റെ പരിപാടി എനിക്കറിയാലോ. ഈ പുളിപ്പ് ഐറ്റംസ് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ വാങ്ങിച്ചോണ്ടിട്ട് ഇരുന്ന് തിന്നു. മധുരത്തിന്റെ ആളല്ലേ? ജങ്കുമുട്ടിന്റെയും ഒരു വലിയ ഷിപ്പ് പോകുന്നേ. എന്തായിരിക്കും അതിനകത്ത്? ഇങ്ങോട്ട് അങ്ങോട്ടൊരെണ്ണം പോകുന്നു, അങ്ങോട്ട് നിന്ന് ഇങ്ങോട്ടൊരെണ്ണം. ക്രൂയിസോ എവിടെ? ഈ ടൈമിലൊക്കെ ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്. ഓൾറെഡി ഞാൻ ഉമ്മാൻ്റെ ഒക്കെ കൂടെ വന്നപ്പോൾ ഒരു പ്രാവശ്യം കയറിയിട്ടുള്ളതുകൊണ്ട് ഇപ്രാവശ്യം ഞാനത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഈ സെയിം രണ്ട് നമ്മൾ ഇപ്പോൾ ക്ലാഷ് ആയില്ല ഗൈസ്.
നമ്മൾ കുറച്ച് കഫേ ഏരിയയിലാണ് വന്നിരിക്കുന്നത്. ഇവൻ ഇന്ന് എന്റെ ട്രീറ്റ് വേണോ? ഇവള് ഇറ്റാലിയൻ ഫുഡ് മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് എന്നെ കൊണ്ടുപോകുന്നത് ഏതോ തമിഴ്നാട് സ്വദേശി കാശിനാഥിന്റെ പാണ്ടികളുടെ ആർട്ട് കഫേ ആണ്. കാശി ആർട്ട് കഫേ. തേങ്ങ അറിഞ്ഞൂടാ ഇവന്. ഒന്നും പറയുന്നില്ല, വ്ളോഗായി പോയി. Your destination is on the left. ഡെസ്റ്റിനേഷൻ ലെഫ്റ്റോ? എവിടെ? ഈ മതിൽ ചാടി കിടക്കണോ? ഞാൻ ലൊക്കേഷൻ ഇട്ട് വന്നതാ. അതെ അതെ അതെ, ആ കാശിയിലോട്ടാണ് നമ്മളൊന്ന് പോകുന്നത്. ഇവനെ ഞാൻ കാശി കൊണ്ടുപോയിട്ട് ഒന്ന് കുളിപ്പിച്ച് നനപ്പിച്ച് ബ്രഹ്മചര്യത്വം ഉണ്ടാക്കി കൊടുക്കും. അല്ലേടാ? അതെ, പോയി കുളിക്ക്. അയ്യോ, എനിക്ക് അറിഞ്ഞൂടായിരുന്നു ആദ്യമായിട്ട്. ഓക്കെ, ബനാറസ് കാശി ആവിന്നൂടാ. ആർട്ട് കഫേ ആണ്. നമുക്ക് ഇതിനകത്ത് കയറിയതിന് ശേഷം ഞാനൊന്ന് കയറാം, നീ എടുക്കൂ, പിടിക്കൂ. അങ്ങനെ സുഖിച്ചങ്ങ് പോവുക. പണിയെടുപ്പിക്കൂ എന്നെ കൊണ്ട്. നീ ഫൈനലി ഇവളെന്തോ വലുത് എനിക്ക് മേടിച്ചിരാന്ന് പറഞ്ഞാൽ കാശിയിൽ എത്തിയിരിക്കുകയാണ്. ഇറ്റാലിയൻ ഫുഡൊന്നും എനിക്ക് വേണ്ട കേട്ടോ. എനിക്ക് മനുഷ്യൻ കഴിക്കുന്ന ഫുഡ് മതി. അതെ അതെ, തീർച്ചയായിട്ടും. ഓ, ഇത് കൊള്ളാല്ലേ, നൈസ്. അത് മെയിൻ ഇത് കണ്ടില്ലേ, ഇന്റീരിയർ കണ്ടില്ലേ എന്ത് രസമാണ്. കൊള്ളാം, വെരി നൈസ്. അപ്സ്റ്റെയർ ഇല്ല. ഇതാണ് ഇവളുടെ വലിയത്തട മകൻ, പേര് ജിനേന്ദ്രൻ. പായങ്ങോട്ട് അവിടെ പോയി ഞങ്ങൾ നേരത്തെ കണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടി ഉറപ്പിച്ച സമയത്താണ് വീഡിയോ ഓൺ ആക്കിയില്ല നല്ലത്. ഇപ്പോൾ അവിടെ ആൾ സ്ഥലം പിടിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മെനു കണ്ട് ഞങ്ങൾ രണ്ടാളും മെനു പോയിരിക്കുക. മനുഷ്യ തിന്നുന്ന ഒരു സാധനമില്ല. പിന്നെ ഇവിടെ എന്ത് തിന്നുന്നു ഞാൻ പറഞ്ഞില്ലേ, മുതലേ ഇവരെ തിന്നുന്നുണ്ട്, എന്തും കഴിക്കും. അങ്ങനെയൊന്നുമില്ല, കഴിക്കുന്ന ഐറ്റം തന്നെ എല്ലാവരും കഴിക്കും. പക്ഷെ കുറച്ച് ഓവർ പ്രൈസി ആണോ എന്ന് എനിക്കൊരു ഓവർ പ്രൈസി ആണോ എന്നൊരു തോന്നുന്നു. ഇവർക്ക് ഈ വാടക കൊണ്ട് മുതലാണ്ടല്ലേ. അപ്പൊ നമ്മളെപ്പോലെ വരുന്നവരെങ്കിലും പിരിയലേ നടക്കത്തുള്ളൂ. അപ്പൊ അത് നമ്മൾക്ക് അവസാനത്തെ വരവായത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അതെങ്ങോട്ട് അവസാനത്തെ വരവാണോ? നമ്മളിവിടുത്തെ മോസ്റ്റ് വൈറൽ കേക്ക് ട്രൈ ചെയ്യാൻ പോവാണ്. കാണുമ്പോൾ തന്നെ നല്ല കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പാസ്ത എത്തിയിട്ടുണ്ട്. ഇത് കാജൂൻ ചിക്കൻ വിത്ത് പെനി പാസ്ത. ട്രൈ ഫസ്റ്റ് യു ട്രൈ. ഞാൻ അപ്പുറത്തേക്കാം, അതാകുമ്പോൾ ഇവന്റെ എക്സ്പ്രഷൻസ് ഒക്കെ എനിക്ക് കാണാൻ പറ്റും. അതെ, അങ്ങനെയൊന്നുമില്ല, ചൂടാണ്, നോക്കി കഴിക്കുക. ഓക്കെ, നല്ലതെന്ന് പറയുള്ളൂ. ചിക്കൻ കട്ട് ചെയ്ത് വിജയിക്കണ തന്നെ 4 പണിയുണ്ട്. നല്ല മോശം പറയാനില്ല, കൊള്ളാം. ഇത് നിനക്കറിയാലോ, ഞാൻ കപ്പക്കുഴുക്കിന്റെയും ട്രഡീഷണൽ കേരള ഫുഡിന്റെ കളറല്ലോ. നീല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലി, ഇറ്റാലിയൻ. എനിക്ക് വരുന്നുണ്ടല്ലേ, ഞാൻ നീ തിന്നുന്ന നന്നാ തിന്നിട്ടുണ്ട്. അത് ഹായ്, നൈസ്. എങ്ങനെയുണ്ട്?
കേക്കില് ഈ 4 പേര് കഴിക്കുന്ന കേക്കില്. എനിക്കിനി നിന്റെ എക്സ്പ്രഷൻ കാണണം. ഞാൻ ഉള്ളതേ പറയുള്ളൂ. ഉള്ളതേ പറയാൻ പാടുള്ളൂ. അടിപൊളിയല്ലേ? ഓവർ എക്സൈറ്റ്മെന്റ് ഒന്നും കഴിക്കണ്ട. എടാ നിനക്ക് പനിയാണ്, അവിടെ നിനക്ക് ടേസ്റ്റ് അറിയുന്നില്ല. പലതും എനിക്ക് കിട്ടുന്നില്ല, പക്ഷെ എന്നാലും കൊള്ളാം. കൊള്ളാല്ലേ? മോശം പറയാനൊന്നുമില്ല. സൂപ്പർ. സോ ചോക്ലേറ്റി. ഇത് ഫുള്ളിന് കഴിക്കേണ്ടി വരും കേട്ടോ, ഞാൻ കഴിക്കാനാ. നമുക്ക് പാർസൽ പറയുന്നതിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം? പാഴ്സൽ കൊണ്ടുപോവാം. ഇറങ്ങുന്നില്ല, ഇത് ഇറങ്ങുന്നുണ്ട്. പകുതിയാവുമ്പോൾ നമുക്ക് നോക്കാം. രണ്ടുപേരും തലങ്ക് വിലങ്ക് നോക്കിയിട്ട് ഈ സാധനം എടുക്കാൻ പറ്റുന്നില്ല. വിജയിക്കല്ല. കാരണം ഇതൊരു 3 അല്ലെങ്കിൽ 4 പേര് കൂടി കഴിക്കുന്ന സാധനമാണ്. അങ്ങനെ 2 പേര് കൊണ്ട് തീർക്കും. പരാജയം സമ്മതിച്ചു. ഞാനും പരാജയം. ചീസ് പാസ്തയും കൂടി കഴിച്ചോണ്ടാ ഇത് കഴിക്കാൻ പറ്റാത്ത തീരെ. എന്നോട് പറഞ്ഞേ ചീസ് പാസ്ത, ചെന്നീസ് പാസ്ത. സത്യം പറഞ്ഞാൽ നടക്കാൻ വയ്യ. മത്ത് പിടിച്ച ആ ഒരു ചോക്ലേറ്റ് കേക്ക് കഴിച്ചിട്ട്. ആ കഫേലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അത്. അവിടെ നമ്മൾ ഇനി നേരെ പോകുന്നത് ബീച്ചിലോട്ടാണെന്ന് ഇവൻ പറയുന്നു. പക്ഷെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാനും പേടിച്ചു. ഒരു പട്ടി കുറുകി ചാടിയത് ഇവിടെ വരെ വന്നിരിക്കുന്നുണ്ട് കഴിച്ചത്. ഇനി എനിക്കൊരു സോഡ ശർബത്ത് കുടിക്കണം. എന്താ ചേർക്കുന്നേ? മാംഗോ വാട്ടർ ശർബത്തിൽ മിക്സ് ആക്കുന്നു. സോഡ ശർബത്ത്. മാംഗോ വാട്ടർ അടിച്ചു കയറി വാ. അടിച്ചു കയറി വാ. ഇതിലേതാ ഇട്ടത്? ഓക്കെ, കൊള്ളാം തന്നെ. വെറൈറ്റി സോഡ എനിക്കാണുള്ളത്. സോറി, എനിക്ക് എന്റെ സ്ട്രോ മതി കേട്ടോ. അടിപൊളി, സൂപ്പർ. കിടിലൻ കുക്കിംഗ്. അതെ, നിങ്ങൾ ഇവിടുത്തെ ഓളിനോളാന്ന് തോന്നുന്നു. എല്ലാം ഇതേതാ മീനേതാ? ഇത് അമൂറ് പറയും നമ്മളെ കറുപ്പില്. ആ, അടൽക്കറുപ്പ് അമൂറ് പറയാം. ഇതെങ്ങനെ ഒരു പീസിന് എങ്ങനെയാ റേറ്റ്? ഒരു പീസല്ല, അതൊരു പോർഷനാണ്. അവര് അവിടുന്ന് വാങ്ങിച്ച് നമ്മളിവിടെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് കൊടുക്കുന്ന. യു ബൈ വി കുക്ക്. ആവശ്യമുണ്ടോ? ഇവളുടെ വലിയത്താൻ ഒരു മകനുണ്ട്. എത്ര പെട്ടെന്ന് നിർത്തണം കേട്ടോ നിങ്ങളിവിടെ. നീ അവർക്ക് ശല്യം കൊടുക്കാൻ മാറിയില്ല അങ്ങോട്ട്. ഇവിടെ ഒരേ സമയത്ത് 2 കുക്കിംഗ് നടക്കുന്നത്. ഒന്ന് സാധാ ഒരു മാഗി, മെയിൻ ഷെഫ് മൈക്കിൾ. ഇതിവിടുത്തെ ഓൾ ഇൻ ഓൾ, എല്ലാം ഇങ്ങനെയാണ് ഇത്. ഇവിടെ ശക്തമായ ഇവിടെ എന്താ ഫുട്ബോൾ ആവേശം ഉണ്ട് കേട്ടോ. ആര് ജയിക്കും ഇത്തവണ? അർജന്റീന. ആ, നിങ്ങളോ? അർജന്റീന. പോർച്ചുഗൽ കടുത്ത നെയ്മർ, ബ്രസീൽ. അതല്ലേ ഇവിടെ 3 കിടക്കുന്നത്. അതിന് മുതലാളിയോട് കൂടി ചോദിക്കാം ആരായിരിക്കും? ബ്രസീലായിരിക്കും. സാധ്യതയില്ല കേട്ടോ. അവിടെ അണ്ണം കൊണ്ടുപോകും, ഒരു സംശയം വേണ്ട. കൊള്ളാം. അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ മാക്സിമം നല്ല സഹകരണമുള്ള കടയാണ്. എല്ലാവരും വരിക.